കഠിനംകുളത്ത് ആതിരയെ കഴുത്തറത്ത് കൊന്ന സുഹൃത്ത് ജോൺസൺ ഔസേപ്പ് പിടിയിലായി. ഇയാളെ കോട്ടയം ചിങ്ങവനത്തിനടുത്ത് കുറിച്ചിയിൽ ഒരു വീട്ടിലെ ഹോം നേഴ്സായി ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് കുറിച്ചി പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിലെ ഈ ഒരു കൊലപാതകം സോഷ്യൽ മീഡിയയിൽ കൂടെ പരിചയപ്പെട്ട വ്യക്തി ആ സ്ത്രീയെ കൊലപ്പെടുത്തിയ സംഭവം വളരെ ഞടുക്കം ഉളവാക്കിയ ഒരു വാർത്തയായിരുന്നു. എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരുന്ന ജോൺസൺ ഔസേപ്പ് എന്നയാളും ഭാര്യയും 2-3 മക്കളുമുണ്ട്. അവരെ ഉപേക്ഷിച്ച് ഇയാൾ കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഒരു വാഗബോണ്ടായിട്ട് തേരാപ്പാറ നടക്കുന്ന വ്യക്തിയായിരുന്നു. ഭാര്യയും മക്കളുമായിട്ട് ബന്ധമില്ല. ഇയാളെ പറ്റി മറ്റു വിവരങ്ങൾ ആർക്കും അറിയില്ല. സോഷ്യൽ മീഡിയയിൽ നിരന്തരം സഞ്ചരിച്ചിട്ട് സോഷ്യൽ മീഡിയയിലെ കൂടെ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് ആതിര. പെരപ്പങ്കോട് ആലിയാട് സ്വദേശിയായ ആതിര 8 വർഷം മുമ്പാണ് വിവാഹം കഴിച്ചത്. കഠിനംകുളം വടക്കേവിള പാടിക്കവിളാകം ഭരണിക്കാട് ക്ഷേത്രത്തിലെ പൂജാരി രാജീവ് എന്ന ആളെയാണ് വിവാഹം കഴിച്ചത്. രാജീവ് ഭരണിക്കാട് ക്ഷേത്രത്തിലെ കഴിഞ്ഞ 24 വർഷമായി അവിടുത്തെ പൂജാരിയാണ്. ശാന്തനാണ്. അയാൾ ഭാര്യയുമായിട്ട് ക്ഷേത്രത്തിൻ്റെ തന്നെ അവരുടെ തന്നെ അടുത്തുള്ള ഒരു ക്വാർട്ടേഴ്സിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇവർക്ക് 8 വയസ്സുള്ള 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ഈ വിവരങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇയാൾ ഈ സംഭവത്തിന് ശേഷം ഇയാൾ അവിടുന്ന് അവരുടെ തന്നെ ഒരു സ്കൂട്ടറിൽ രക്ഷപ്പെട്ട് ചിറയൻകീഴ് വന്ന് അവിടുന്ന് തിരുവനന്തപുരത്തിന് വണ്ടി കയറി. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇയാൾ വെളിയിൽ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതായിട്ടാണ് പോലീസ് കരുതിയത്, അല്ലെങ്കിൽ തിരുവനന്തപുരം വിട്ടുപോകുന്നതായിട്ടാണ് പോലീസ് കരുതിയത്. കാരണം ചിറയൻകീഴിൽ നേരെ ട്രിവാൻഡ്രത്തിലാണ് ട്രെയിൻ കയറിയത്. അതേസമയത്ത് ഇയാൾ മടങ്ങിപ്പോയി കോട്ടയത്തിന്, അവിടെ കുറിച്ചിയിൽ പോയി താമസിക്കുകയാണ്. അവിടെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാള് അയാൾ അവശനായി കിടക്കുകയാണ്. അയാളുടെ ഭാര്യയും ആ മകനും മരിച്ചുപോയി. ആ പ്രായമുള്ള ആൾക്കൊരു മകളുണ്ട്. ആ കുട്ടിയാണ് പിതാവിനെ നോക്കിക്കൊണ്ടിരുന്നത്. ആ കുട്ടിയുടെ കല്യാണത്തിന് ശേഷം രാധാകൃഷ്ണൻ തനിച്ചായി. ഇയാൾ പ്ലംബിംഗ് വേലകളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. ഇപ്പം അയാളെ നോക്കാനാണ് ജോൺസൺ ഔസേപ്പ് അവിടെ കഴിഞ്ഞ 1 മാസമായിട്ട് ജോലി ചെയ്യുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ അയാൾ 2 ദിവസത്തിനൊക്കെ പോകും. അതിനുശേഷം മടങ്ങി വരും എന്ന് നാട്ടുകാർ പറഞ്ഞു. ഇയാൾ നേരെ ഈ വീട്ടിൽ ചെന്ന് അയാളെ രാധാകൃഷ്ണൻ ആളെയുടെ ആ ഹോം നേഴ്സിൻ്റെ ജോലി 1 ദിവസം കൂടെ ചെയ്തു. അതിനുശേഷം അവിടുന്ന് കടക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. ഇയാളുടെ ബാഗും ഇയാളുടെ സാധനങ്ങളെല്ലാം റെഡിയാക്കി. ഇയാൾ പോകാൻ തുടങ്ങുന്ന സമയത്ത് നാട്ടുകാർ ഇത് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇയാൾ ആതിരയെ കൊലപ്പെടുത്തിയ ശേഷം പിറ്റേ ദിവസം ചാനലുകളിലും സോഷ്യൽ മീഡിയയൊക്കെ ഇയാളുടെ ഫോട്ടോസ് വന്നുകൊണ്ടിരുന്നു. അത് നാട്ടുകാർ കണ്ടു. രാധാകൃഷ്ണന്റെ വീട്ടിൽ ഇയാൾ വന്നപ്പം ആ ആതിരയെ കൊലപ്പെടുത്തിയ വ്യക്തി തന്നെയാണ് ഇതെന്ന് മനസ്സിലായി നാട്ടുകാർക്ക്. അവർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് പെട്ടെന്ന് വന്നു. പോലീസ് വരുന്നതിന് തൊട്ട് മുമ്പ് ഇയാൾ എലിവിഷവും മറ്റു സാധനങ്ങളുമൊക്കെ ചേർന്ന വിഷാംശം കഴിച്ച് എന്ന് പറഞ്ഞു. ഇയാളെ പെട്ടെന്ന് നാട്ടുകാർ ഇയാൾ അവിടുന്ന് പോകാനായിട്ട് ശ്രമിച്ചപ്പോൾ നാട്ടുകാർ തടഞ്ഞു, വട്ടം കൂടി നിന്നു. എന്നെ പിടിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം എന്ന് വരെ അവരോട് ചോദിച്ചു. യുക്തിയിലുള്ള ചില ചോദ്യങ്ങളാണ്. അത് പോലീസല്ലേ അറസ്റ്റ് ചെയ്യുന്നത്, നാട്ടുകാർക്ക് എന്നെ അറസ്റ്റ് ചെയ്യുന്നതിൽ കാര്യം, എന്നെ തടഞ്ഞു വെക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച സമയത്ത് കുറിച്ച് പോലീസ് എത്തി പെട്ടെന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇയാൾ വിഷം കഴിച്ചു എന്ന് അറിഞ്ഞുകൊണ്ട് ഇയാളെ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഇയാളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഏറ്റുമാനൂര് ജുഡീഷ്യൽ ഫസ്റ്റ് മജിസ്ട്രേറ്റ് നിസ എന്ന മജിസ്ട്രേറ്റ് ഇയാളുടെ മരണമൊഴി അല്ലെങ്കിൽ 164 സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു. അതിനകത്ത് ചില വിവരങ്ങളൊക്കെ ഇയാൾ പറഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീയെ
ഇയാള് കഴുത്തറുത്ത് കൊന്നത് അത് ഇയാളുടെ ഒപ്പം ജീവിക്കാനായിട്ട് അവർ തയ്യാറായില്ല എന്ന കാരണത്താലാണ്, പകയാണ് എന്നാണ് പറഞ്ഞത്. അതിലെനിക്ക് സംശയമുണ്ട്, ഇയാൾ നേരത്തെ അവരെ കഴുത്തറുത്ത് കൊന്നിട്ടുണ്ടെങ്കിൽ കഴുത്ത് കൃത്യമായി ഏകദേശം 70% അറ്റുപോയിരുന്നു. അതൊരു ഡിഫെൻസീവ് വൂണ്ട്. അങ്ങനെ കഴുത്തറക്കുമ്പോൾ എതിർക്കാൻ സാധ്യതയുള്ള മനുഷ്യസഹജമായ പ്രവൃത്തി അവിടെ ഉണ്ടായില്ല. അവരെതിർത്തിട്ടുണ്ടാവില്ല. ഒന്നെങ്കിൽ അവരെ അബോധാവസ്ഥയിലാക്കണം, അല്ലെങ്കിൽ കഴുത്തിലെ കത്തി കുത്തി ഇറക്കി അവരെ കഴുത്ത് കണ്ടിക്കത്ത രീതിയിലുള്ള പൊസിഷൻ അയാൾ വരണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇയാൾ അവരുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തിയ സമയത്താണ് ഈ കഴുത്തറപ്പ് നടന്നത് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിനാണ് സാധ്യത ഏറ്റവും കൂടുതൽ. പക്ഷേ ഇപ്പം അയാൾ അത് സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ഇയാൾ ആ വീട്ടില് കഴിഞ്ഞ 1-1.5 വർഷമായിട്ട് ആ വീട്ടിൽ വന്നു പോകുന്ന ആളാണ്. ഇൻസ്റ്റഗ്രാമിൽ കൂടെ പരിചയപ്പെട്ടതാണ് അയാൾ. അവരിൽ നിന്ന് ഇതുവരെ പല പ്രാവശ്യമായിട്ട് 1,30,000 രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. ഇയാളിപ്പം പോലീസിൽ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിലും പോലീസിലും ഒക്കെ കൊടുത്ത മൊഴി അനുസരിച്ച് അവർക്ക് ഇയാള് പണം കൊടുത്തത് ഒരു മോട്ടോർ സൈക്കിൾ ഇയാൾക്ക് വാങ്ങിക്കാനാണ്. ആ മോട്ടോർ സൈക്കിളിൽ പിന്നിരുന്ന് യാത്ര ചെയ്യാൻ അവർക്ക് കൊതിയാണ്, ജീവിതത്തിൽ ഒരു ആഗ്രഹമാണ്. അങ്ങനെയാണ് പണം വാങ്ങിച്ചതെന്നാണ് ഇയാളുടെ ഡിഫൻസ്. അത് എത്രത്തോളം ശരിയാണെന്ന് സംശയമുണ്ട്. കാരണം അവർ ജീവിച്ചിരിപ്പില്ല, അതിനി കൺഫ്രണ്ട് ചെയ്യാനും കഴിയില്ല. അവരുടെ കയ്യിൽ നിന്ന് 2,500 രൂപ ഇയാൾ വാങ്ങിച്ചിരിക്കുന്നു. ഇപ്പോൾ അവരെ കൊല്ലുന്നതിന് 2 ദിവസം മുമ്പ് 2,500 രൂപ വാങ്ങിച്ചിരിക്കുന്നു. ഇയാൾ പെരുമാതുറയിൽ പതിവായിട്ട് വരുമ്പം 1-2 ദിവസം മുറി എടുക്കുന്ന സ്ഥലത്ത് തന്നെയാണ് മുറി എടുത്തിരിക്കുന്നത്. അവിടെ മുറി എടുത്തിട്ട് അവിടുന്ന് ഇയാൾ കഠിനംകുളത്തേക്ക് പതുക്കെ നടന്നു വന്നു എന്നാണ് പറയുന്നത്. ഈ വീട്ടിലെ ആലിയാട് സ്വദേശിയായ ആതിരയായിട്ട് പരിചയപ്പെട്ട ശേഷം ഇയാൾ പല സന്ദർഭത്തിലും ആ വീട്ടിലെത്താറുണ്ട്. അതിന് കോമ്പൗണ്ടോളന്റെ മതിൽ ചാടിയൊക്കെ എത്താറുണ്ട്. കൊല്ലുന്ന ദിവസവും ഇയാൾ മതിൽ ചാടിയാണ് ആ വീട്ടിലെത്തിയത്. ഇയാൾ വീട്ടിൽ നിന്ന് കത്തിയായിട്ട് ഇറങ്ങിപ്പോകുന്ന ദൃശ്യം ഫുട്ടേജ് വരെ കിട്ടിയിട്ടുണ്ട്. ഇയാൾ വീട്ടിൽ പ്രവേശിക്കുന്നവർ രാവിലെ പെരുവാന്നറയിൽ നിന്ന് നടന്നു വന്ന് ഈ വീടിന്റെ പരിസരത്തൊക്കെ നിന്നു. ഇയാളെ ആർക്ക് കണ്ടാലും തിരിച്ചറിയില്ലല്ലോ. അങ്ങനെ അവിടെ നിന്നിട്ട് ആതിര കുട്ടിയെ ബസ്സിൽ കയറ്റി അയച്ച ശേഷം മടങ്ങി വീട്ടിൽ പോകുന്ന സന്ദർഭത്തിൽ ഇയാളും പോയി. ആതിരയുടെ ഒരു ചായ ഇട്ട് തരണമെന്ന് പറഞ്ഞു. ആതിര ചായ ഇടാൻ അടുക്കളയിൽ പോയി. ഈ സന്ദർഭത്തിൽ ഇയാൾ കൈവശം കരുതിയിരുന്ന കട്ടില് അവരുടെ ബെഡിന്റെ അടിയിൽ വെച്ചു. കാരണം സൗകര്യമായിട്ട് എടുക്കാനാണത്. കൈവാക്കിന് ആ കത്തി വെച്ചു. അവരുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തുന്ന സന്ദർഭത്തിൽ അവരെ കഴുത്തിൽ കുത്തിയിറക്കി ഒരു വശത്തായിട്ട് ആ കത്തി വലിച്ചു. അങ്ങനെയാണ് അവരുടെ കഴുത്ത് അറ്റുപോയെന്ന് പറയുന്നു. എന്തായാലും അവരും ഇയാളുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിന്റെ സമയത്തായിരിക്കാം കഴുത്ത് മുറിച്ചത്. എന്തിനാണ് ഇവരുടെ കഴുത്ത് മുറിച്ചത്? അവർ പണം തരുന്ന സ്ത്രീയാണ്. ഇയാളും അവരുമായിട്ട് ശാരീരിക ബന്ധമുണ്ട്. പിന്നെ എന്തിനാണ് കൊല്ലുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉദിക്കുന്നുണ്ട്. അതിനകത്ത് ദുരൂഹതയുണ്ടെന്ന് തന്നെ ഞാൻ കരുതുന്നു. അത് പോലീസിനടുത്ത് ഇതുവരെ അയാൾ പറഞ്ഞിട്ടില്ല. ഇയാളൊരു പ്രൊഫഷണൽ കില്ലറാണോ, അതിൽ രസം കാണുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. കാരണം മോട്ടീവ് ഇതിനകത്തില്ല. ഇയാളുടെ ഒപ്പം കൂടെ വന്ന് താമസിക്കാത്തതിന്റെ പകയാണ്ടാണ് കൊന്നതെന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല. ഇയാളുടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്. അവരെ ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുകയാണ്. അത് സോഷ്യൽ മീഡിയ കൂടെ പരിചയപ്പെട്ട സ്ത്രീയായിട്ടാണ് ബന്ധപ്പെടുന്നത്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ എത്ര പേരുമായിട്ട് പരിചയമുണ്ട് അത് കണ്ടെത്തണം പോലീസ്. ഇയാളെ ചോദ്യം ചെയ്തിട്ട് ഇയാളുടെ സോഷ്യൽ മീഡിയയിൽ ഇയാൾ ബന്ധപ്പെട്ടിരിക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കണം. അവരുമായിട്ടുള്ള ബന്ധം എന്ത്, അവരെ ഇയാൾ പണം ബ്ലാക്ക് മെയിൽ ചെയ്ത് കമഴ്ത്താറുണ്ടോ എന്ന് അന്വേഷിക്കണം. ഇവിടെ തന്നെ ഇയാള് ഇപ്പോൾ ആ വീട്ടില് വന്നുപോയ സമയത്ത് ഇയാളെ ആ നാട്ടിലുള്ളവരോ അല്ലെ ചുറ്റുവട്ടമുള്ളവരോ സുപരിചിതനല്ലാത്തതുകൊണ്ട് ഇയാൾക്ക് നല്ല ധൈര്യമുണ്ട്. ഇയാളെ എവിടെ പോയി ആരും ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നില്ല. ഇയാൾക്ക് പരിചയമുള്ള സ്ത്രീകളുമായിട്ട്
ഇയാൾ ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ശേഷം അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വീടുകളിൽ അവർ താമസിക്കുന്ന സ്ഥലത്തും നിത്യസന്ദർശകനാണ്. അങ്ങനെ എത്ര പേര് ആയിട്ട് ഇയാൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ഇയാളുടെ ഫോൺ റെക്കോർഡ് നോക്കിയാൽ പോലീസിന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇയാൾ ഒരു പ്രൊഫഷണൽ കില്ലറായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം മോട്ടീവ് ഇതിനകത്തില്ല. അവരെ കൊല്ലേണ്ട ഒരു ആവശ്യമില്ല. ഇയാളുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു തരുമായിരുന്നു. ഇയാൾക്ക് ആവശ്യത്തിന് പണം കൊടുക്കുമായിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തി എന്തിനാണ് ഇയാൾ അവരെ കൊല്ലുന്നത്? അത് സംശയമാണ്. ആ കൺഫെഷൻ വിശ്വസനീയമല്ല. അതുകൊണ്ട് ഇയാൾ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ പലതും വ്യാജമാകാനാണ് സാധ്യത. ഇയാൾ ഇതുപോലെ പലരെയും കൊന്നിരിക്കാൻ സാധ്യതയുണ്ട്. മരണത്തിൽ ആഹ്ലാദം കാണിക്കുന്ന വ്യക്തിയാണ്. അതൊരു ത്രില്ലാണ് ഇയാൾക്ക് എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ പോലീസ് ഇതിലേക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ആ വിവരങ്ങൾ പുറത്തുവിടുമെന്നും ഞാൻ കരുതുന്നു.